ദ സ്റ്റോറി ഓഫ് ദുർഗ ഭാഗം 3. 22ാമത്തെ വയസ്സിലായിരുന്നു ദുർഗയുടെ വിവാഹം. PG ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ രവിയുടെ കല്യാണാലോചന വന്നപ്പോ വീട്ടിൽ നിന്നും അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ, ഇത് ഞങ്ങളങ്ങ് ഉറപ്പിക്കാൻ പോവാ, നിനക്ക് എതിരഭിപ്രായമൊന്നുമില്ലല്ലോ. തന്റെ അച്ഛനും അമ്മയും ഈ ഒരു കാര്യത്തിനല്ലാതെ മറ്റൊന്നിനും ദുർഗയുടെ അഭിപ്രായം ചോദിച്ചിട്ടില്ല. അതുകൊണ്ടും എടുത്തു പറയാൻ മറ്റൊരാൾ തനിക്കില്ലാത്തതുകൊണ്ടും അവൾ ഒറ്റ വാക്കിൽ തന്നെ മറുപടി പറഞ്ഞു, ആ അച്ഛാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അത് കേട്ട സമയത്ത് തന്നെ ദുർഗയുടെ അച്ഛന് സന്തോഷമായി. നമ്മുടെ മോൾ നമ്മൾ പറയുന്നതല്ലാതെ മറ്റൊന്നുമില്ല. രവി എന്ന് ജോലി ചെയ്തിരുന്നത് കാശ്മീരിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ കുട്ടിക്കാലത്തെ മോഹം തന്റെ അച്ഛനും അമ്മയ്ക്കൊപ്പം മഞ്ഞ് പെയ്യുന്നത് കാണണം, ആ മഞ്ഞ് വാരി രൂപങ്ങൾ ഉണ്ടാക്കണം എന്നെല്ലാം അവൾ മനസ്സിലാലോചിച്ചു. ഇനി തന്റെ ഭർത്താവുണ്ടല്ലോ, എന്റെ രവിയേട്ടൻ. ഏട്ടനൊപ്പം കാശ്മീരിൽ കുറച്ചു കാലം താമസിക്കണം, ആ മഞ്ഞിൽ ഏട്ടന്റെ കൈ പിടിച്ച് കുറെ ദൂരം നടക്കണം എന്നങ്ങനെയുള്ള എല്ലാ മോഹങ്ങളും കൗമാരക്കാരിയായ ദുർഗയുടെ മനസ്സിലേക്ക് വന്നു. പെണ്ണിന്റെ മനസ്സ് എത്ര ദൃഢമാണെങ്കിലും അവളുടെ മനസ്സിൽ മഞ്ഞ് പെയ്യാൻ തുടങ്ങിയാൽ അവൾ 12കളിലേക്ക് തിരിച്ചു പോകും. ബാല്യത്തിൽ എന്നതുപോലെ തന്റെ അച്ഛനും അമ്മയോടും കൊഞ്ചി പറയുന്നത് പോലെ തന്റെ ഇണയോടും കൊഞ്ചി പറയാൻ തുടങ്ങും. പക്ഷെ കല്യാണം കഴിഞ്ഞ് അന്നത്തെ ദിവസത്തെ രാത്രിയിൽ മണിയറയിൽ മുല്ലപ്പൂവിന്റെ സുഗന്ധം അടക്കുന്ന ആ മുറിയിൽ രവി കയറി വന്നപ്പോ തന്നെ 4 കാലിലായിരുന്നു. മൂക്കറ്റം കുടിച്ച് ആ കിടപ്പമുറി മുഴുവൻ ഛർദിൽ കൊണ്ട് മൂടി. തന്റെ ഭർത്താവ് തനിക്കായി മാറ്റിവെച്ച സമ്മാനം അന്നത്തെ ദിവസം തൊട്ട് തുടങ്ങിയതാണ് ഈ ഒരു ഛർദിൽ കോരൽ. കിടപ്പുമുറിയിൽ വന്നു കയറി ദുർഗ കട്ടിലിരിക്കുമ്പോ രവി അടുത്തു വന്നിട്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന പേഴ്സും മൊബൈലുമെല്ലാം കട്ടിലിലേക്ക് എറിഞ്ഞിട്ട് പുറത്തേക്ക് പോയി. ആ ഒരു സമയം അവൾ തലയിൽ കൈവച്ച് മുഖം പൊത്തിപ്പിടിച്ചിരുന്നു. കല്യാണം കഴിഞ്ഞ അന്നു മുതൽ രവി ദുർഗയോടൊന്നും സംസാരിക്കാറില്ല. ഇനി എന്തെങ്കിലും മിണ്ടുകയാണെന്നുണ്ടെങ്കിൽ അവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് അല്ലെ കഴുത്തിൽ പിടിച്ച് ഞെരിച്ചുകൊണ്ട്, ഇതല്ലാതെ അവൾക്ക് വേണ്ടി അയാൾ ഒരിറ്റ് സ്നേഹം പോലും കാണിച്ചിരുന്നില്ല. രവി പോയി കുറച്ചു കഴിഞ്ഞപ്പോ അയാളുടെ മൊബൈൽ ഒരു ഫോൺ വന്നു. അവളാണ് കോൾ എടുത്തത്. അതൊരു സ്ത്രീയായിരുന്നു. ഹലോ, ഇതാരാ? ദുർഗ അത് ചോദിക്കുമ്പോ തന്നെ അവൾ ഫോൺ കട്ട് ചെയ്തിരുന്നു. രവിയുടെ ഫോണിന് പാസ്വേഡ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൾ ആ വന്ന നമ്പർ എടുത്ത് നോക്കി. അതിലവർ രണ്ടുപേരുടെയും തനിക്ക് ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത രീതിയിലുള്ള മെസ്സേജുകൾ, ഫോട്ടോസ്, വീഡിയോസ് ഇതെല്ലാം കാണുമ്പോൾ തന്നെ ദുർഗയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. അതിലവൾ ഓരോ നമ്പറുകൾ എടുത്ത് നോക്കി. തനിക്ക് പരിചയമുള്ളതും ഇല്ലാത്തതുമായ 15ഓളം സ്ത്രീകളുമായിട്ട് അയാൾക്ക് ബന്ധമുണ്ട്. സ്വന്തം ഭർത്താവ് കുടിയനാണെങ്കിലും ഇനി അയാളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന തല്ലിന്റെ എണ്ണം കൂടിയാലും ഏതൊരു പെണ്ണും സഹിക്കും. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം ഒരു പെണ്ണും സഹിക്കില്ല. അവൾ മരവിച്ച മനസ്സുമായി ആ കട്ടിൽ തന്നെ ഇരുന്നു. അയാൾ പതിവ് പോലെ മൂക്കറ്റം കുടിച്ചിട്ട് കിടപ്പറയിലേക്ക് കയറി വന്നു. ദുർഗയുടെ അടുക്കാൻ ചെല്ലുമ്പോ അവൾ ആദ്യം ഒഴിഞ്ഞു മാറി. അവന്റെ ഫോൺ എടുത്ത് അതിലെ സകല കാര്യങ്ങളും അവന് മുന്നിൽ കാണിച്ചു ചോദിച്ചു, എന്താ ഇത്? നിന്നോട് ആരാടി പറഞ്ഞ എന്റെ ഫോൺ എടുക്കാൻ? അവൾ തറപ്പിച്ചങ്ങനെ നോക്കി നിൽക്കുമ്പോ, ആണുങ്ങളാവുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞ് ദുർഗയെ ബെഡിലേക്ക് പിടിച്ചിട്ടു. അവൾ കയ്യിൽ കിട്ടിയ ഒരു ഇരുമ്പ് കമ്പി എടുത്ത് ചൂണ്ടി, തൊട്ടുപോകരുത് തന്നെ. പക്ഷെ രവി കൂടെ കൂടെ ദുർഗയെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും അവൾ വഴുതി മാറിക്കൊണ്ടിരുന്നു. ഒടുവിൽ സഹികെട്ടയാൾ അവളുടെ കവളത്ത് നോക്കിയൊന്ന് പൊട്ടിച്ചു. ആ അടിയിൽ പൊന്നീച്ച പറക്കുന്നത് പോലെ തോന്നി. അവൾ നിലത്ത് കിടന്നുരുണ്ടു. നിലത്ത് കിടക്കുന്ന ദുർഗയെ കാണുമ്പോഴും രവിയുടെ കലി തീർന്നിട്ടുണ്ടായിരുന്നില്ല. അയാൾ അവളെ നിലത്തിട്ട് ചവിട്ടി. അയാളുടെ കലി തീരുവോളം. 1ാമത്തെ ചവിട്ടിൽ നിന്ന് ദുർഗയുടെ ബോധം പോയി. 2ാമത് ചവിട്ടുമ്പോ അവൾ അറിയുന്നുണ്ടായിരുന്നില്ല. അടുത്ത ദിവസം നേരം വെളുത്തപ്പോഴാണ് ദുർഗ കണ്ണു തുറന്നത്. അവൾ അപ്പോഴും ആ കിടന്ന കിടപ്പിൽ തന്നെ. രവി പോകാനുള്ള കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്തു വെക്കുന്നുണ്ടായിരുന്നു. എഴുന്നേക്കാൻ പറ്റാതെ, ദാഹം സഹിക്കാൻ പറ്റാതെ, വെള്ളം എന്ന് അവൾ വിളിച്ചു പോകുമ്പോഴും അയാൾ ഒരു തരി പോലും കേൾക്കാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവൾ നിലത്തുനിന്ന് പതിയെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. നടക്കുന്നില്ല. കട്ടിൽ പിടിച്ചു കയറി അവിടെ ഇരിക്കാൻ ശ്രമിക്കുമ്പോ തൊട്ടടുത്ത ഫ്ലാസ്കിൽ വെള്ളം നിറയെ ഇരിപ്പുണ്ടായിരുന്നു. അതവൾ ആർത്തിയോടെ മുഴുവനും കുടിച്ചു. പുറത്താണെങ്കിൽ മന്ദാകിനിയുടെ ഒച്ച കേൾക്കുന്നുണ്ട്. അവൾ ദുർഗയെ കാണാത്തത് കൊണ്ട് തന്നെ രാവിലെ തുടങ്ങിയിട്ടുണ്ട്. ദുർഗ അവൾ വയ്യാത്ത കാലുമായി ചോര ഒലിപ്പിച്ച് അടുക്കളയിലേക്ക് പോയി. അവിടെ ചെന്നതും മുടിയടിച്ചിട്ട് രാക്ഷസിയെ പോലെ നിൽക്കുന്ന മന്ദാകിനിയാണ് ദുർഗ കാണുന്നത്. എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവോ, എനിക്ക് തീരെ വയ്യ. തൊട്ടടുത്ത് കിടന്ന മടലെടുത്ത് അവളുടെ കാലിൽ ഒറ്റയടി. മീനെടുത്ത് വെട്ടിവെക്കടി, അവൾ ഉച്ചയുറക്കം കഴിഞ്ഞ് വന്നേക്കുന്നു. അത് പറഞ്ഞ് മന്ദാകിനി പുറത്തേക്ക് പോയി. ദുർഗ ഓരോ മീനും എടുത്ത് വെട്ടുമ്പോ തന്റെ ഭർത്താവായ രവിയുടെയും മന്ദാകിനിയുടെ മുഖം മനസ്സിലാലോചിച്ചു. ഓരോ മീനും അവളുടെ കലി തീരുന്ന പോലെ എന്തൊക്കെയോ കാണിച്ചു വെച്ചു. ഏകദേശം 11 മണിയായപ്പോ മന്ദാകിനി അടുക്കളയിലേക്ക് വന്ന് നോക്കിയതും കറിക്കിടാൻ മാത്രമല്ല, ഇനി ഒന്നിനും കൊള്ളാത്ത രീതിയിൽ മീൻ വെട്ടി വെച്ചത് കണ്ടപ്പോ അവൾ ഉറഞ്ഞു തുള്ളി. കയ്യിൽ കിട്ടിയതെന്തോ എടുത്തുകൊണ്ട് ദുർഗയുടെ അടുത്തേക്ക് വന്നതും തന്റെ മുന്നിൽ നിന്ന് മീൻവെള്ളം എടുത്ത് മന്ദാകിനിയുടെ തലവഴി ഒഴിച്ചു. നീ എന്താടി കാണിച്ചത് എന്ന് പറഞ്ഞവൾ ഒന്നുകൂടി അടുത്തേക്ക് വന്നപ്പോ കയ്യിലുണ്ടായിരുന്ന മീൻചട്ടി എടുത്ത് അവളുടെ മുഖത്തേക്ക് എറിഞ്ഞു. തൊട്ടില്ല എന്ന പോലെ
അത് പിന്നിലെ ഭിത്തിയിൽ ചെന്നിടിച്ച് തവിട് പൊടിയായി. പിന്നെയും മന്ദാകിനിയുടെ വരവ് കണ്ടപ്പോ മീൻ വെട്ടുന്ന കത്തിയെടുത്തവൾ കൈപിടിച്ചു. ഒരു നിശ്ചിത സമയത്തേക്ക് ദുർഗയുടെ അതുവരെ കണ്ട മുഖമായിരുന്നില്ല മന്ദാകിനി കണ്ടത്. കണ്ണുകൾ ചുവപ്പിച്ച് പല്ല് കടിച്ച് എന്തിനും തയ്യാറായി നിൽക്കുന്ന ഒരു മുഖഭാവം. പിന്നെ മന്ദാകിനി ഒരു അടിപോലും എടുക്കാൻ നിന്നില്ല. നിന്നെ ഞാൻ കാണിച്ചു തരാമടി എന്ന് പറഞ്ഞ് കയ്യിൽ നിന്ന് ഫോണെടുത്ത് ദുർഗയുടെ അമ്മയും അച്ഛനെയും വീട്ടിലേക്ക് വിളിപ്പിച്ചു. കൂടെ റെയിൽവേ സ്റ്റേഷനിൽ പോയ ദുർഗയുടെ ഭർത്താവിനെയും വിളിച്ചു പറഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞപ്പോ ഇരു കൂട്ടരും വീട്ടിലേക്ക് വന്നു. ദുർഗയുടെ അമ്മയുടെ അച്ഛന് മുന്നിൽ രവി ഒരു മാന്യനായ ചെറുപ്പക്കാരനാണ്. ഇത് കണ്ടോ, നിങ്ങളുടെ മോള് കാണിച്ചു വെച്ചതാണ് ഈ കാണുന്നതൊക്കെ. ദേ എന്റെ തലവഴി മീൻവെള്ളം എടുത്തൊഴിച്ചു, കറിച്ചട്ടി എടുത്ത് എന്റെ മുഖത്തേക്ക് എറിഞ്ഞു. എന്റെ മോൻ വരാൻ കുറച്ച് വൈകിയെങ്കിൽ ഇവളെന്നെ പിച്ചാത്തിയെടുത്ത് എന്നെ കുത്തിയനെ. മന്ദാകിനിയുടെ സംസാരം അതിരുവിട്ടപ്പോ അത് കേട്ട് തലകുനിച്ച് നിൽക്കുന്ന ദുർഗയുടെ അമ്മയും അച്ഛനും. പക്ഷെ തന്റെ അമ്മയുടെയും അച്ഛന്റെയും നിൽപ്പ് കണ്ടപ്പോ യാതൊരു കൂസലുമില്ലാതെ പുച്ഛം നിറഞ്ഞ ഭാവത്തോടെ അതൊന്നും ശ്രദ്ധിക്കാതെ നിന്നു. നിറഞ്ഞ കണ്ണുകളോടെ ദുർഗയുടെ അമ്മ, ഇതിനാണോ മോളെ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് നിന്നെ കെട്ടിച്ചുവിട്ടത്? നിന്റെ സമ്മതം ചോദിച്ചിട്ടല്ലേ ഞങ്ങൾ കല്യാണം നടത്തിയത്? പിന്നെ എന്തിനാ ഞങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ആ ഒരു ചോദ്യത്തിന് ദുർഗയ്ക്ക് ഒന്നുമില്ലായിരുന്നു മറുപടി. കാരണം അവൾ വെറുത്തത് തന്റെ അമ്മയും അച്ഛനെയല്ല, ഭർത്താവിന്റെ കുടുംബവുമല്ല, അവളുടെ ജീവിതം തന്നെയാണ്. അച്ഛനും അമ്മയും കൂടെ കൂടെ തന്നെ കുറ്റപ്പെടുത്തുമ്പോ മരവിച്ചൊരു കല്ലുപോലെ അവൾ നിന്നു. മോളെ, നിനക്ക് വേണ്ടിയല്ലേ അച്ഛനും അമ്മയും ഇത്രയും കാലം കിടന്ന് കഷ്ടപ്പെട്ടത്? അതിന് നീ ഇതാണോ ഞങ്ങൾക്ക് പ്രതിഫലം തരുന്നത്? ഒരു ദയനീയ ഭാവത്തോടെ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൾ ചോദിച്ചു. ശരിക്കും നിങ്ങൾ രണ്ടുപേരും എന്റെ അമ്മയും അച്ഛനുമാണോ? ഒരിക്കലെങ്കിലും നിങ്ങൾ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടോ? ഈ വളർത്തി കണക്കല്ലാതെ. സ്വന്തം മകളെ ഒരു ഇത്തിരി നേരമെങ്കിലും അടുത്ത് പിടിച്ചിരുത്തി അവൾക്ക് പറയാനുള്ളത് കേൾക്കാനെങ്കിലും നിങ്ങൾ മനസ്സ് കാണിച്ചിട്ടുണ്ടോ? ദുർഗയുടെ ചോദ്യത്തിൽ മറുപടിയില്ലാതെ ആശ്ചര്യപ്പെട്ട് വിക്കി നിൽക്കുന്ന അമ്മയും അച്ഛനും, ഇതിനെല്ലാം പുച്ഛത്തോടെ നിൽക്കുന്ന മന്ദാകിനിയും രവിയും. നിങ്ങൾ എന്നോട് ചെയ്ത ഈ അവഗണനയേക്കാൾ വലുതൊന്നും എന്നെ ഇത്രയും കാലം ദ്രോഹിച്ച ഇവരും പോലും ചെയ്തിട്ടില്ല. ദുർഗയുടെ ആ വാക്കുകളിൽ അച്ഛനായ മനുഷ്യന്റെ ആ കണ്ണുകൾ നിറഞ്ഞു. മോളെ, നിന്നോട് ഞങ്ങൾ ചെയ്ത തെറ്റ് തന്നെയാണ്. അത് നിന്നോടുള്ള സ്നേഹക്കുറവുകൊണ്ടല്ല. അച്ഛന്റെയും അമ്മയുടെ അവസ്ഥ അതായിപ്പോയി. ആ നിമിഷം ദുർഗയുടെ അമ്മ അവളെ ചേർത്ത് പിടിക്കാൻ അടുക്കളയിലേക്ക് വരുമ്പോ അവൾ പിന്നിലേക്ക് മാറിപ്പോയിക്കൊണ്ടിരുന്നു. വരണ്ട അമ്മേ, എനിക്ക് നിങ്ങളെല്ലാം ഭയമാണ്. അത് മാറാൻ കുറച്ച് സമയമെടുക്കും. ദുർഗയുടെ ആ വാക്കുകൾ നെഞ്ചിൽ തറയ്ക്കുന്ന പോലെ അവളുടെ അമ്മയ്ക്ക് തോന്നി. അവരത് കേട്ടതും പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. കുറച്ചു നിമിഷം എല്ലാരും നിശബ്ദമായി നിന്നു. ദുർഗ, നിനക്കിവിടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് പറഞ്ഞു തീർക്കാനാണ് ഞങ്ങൾ വന്നത്. ദുർഗയുടെ അച്ഛൻ ഒരിത്തിരി കടുപ്പിച്ച് പറഞ്ഞു. പെട്ടെന്നത് കേട്ടതും മന്ദാകിനി അവിടേക്ക് ചാടി വീണു. അതെ, നിങ്ങളുടെ മോളുടെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനല്ല ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. എന്റെ ദേഹത്ത് നാർന്ന മീനാറ്റം, അതിന് നിങ്ങളാണ് ഉത്തരവാദിത്തം പറയേണ്ടത്. മന്ദാകിനിയുടെ വാക്കുകൾ ചെവിക്കൊള്ളാതെ ദുർഗയുടെ അച്ഛൻ രവിയോട് ചോദിച്ചു. രവി, എന്താ നിങ്ങളുടെ തീരുമാനം? ഇവിടുത്തെ പ്രശ്നത്തിന്റെ എല്ലാം കാരണം എന്താ? ആ ചോദ്യങ്ങൾ അയാൾ ഒരു പൂച്ചയെ പോലെ പരിങ്ങി. ശേഷം അയാൾ തുടർന്ന് പറഞ്ഞു. ദുർഗ അമ്മയോട് ചെയ്തത് വളരെ മോശമായി പോയി. എന്ത് പ്രശ്നം ഉണ്ടായാലും അത് പറഞ്ഞു തീർക്കാവുന്നതല്ലേ ഉള്ളൂ. ദുർഗ അമ്മയോട് മാപ്പ് പറയട്ടെ. ആ നിമിഷം അയാളെ കൊന്നു തിന്നാനുള്ള ദേഷ്യത്തോടെ ദുർഗ രവിയെ നോക്കി. ശേഷം കഴുത്തിൽ കിടന്ന താലിമാല ഒറ്റ വലിക്ക് പൊട്ടിച്ചു. ആ സമയം അവിടെ നിന്നിരുന്ന എല്ലാരും അവളെ തന്നെ നോക്കി നിന്നു. ആ താലിമാല അവൾ രവിയുടെ മുഖത്തേക്ക് വലിച്ചെറിയുമ്പോ മന്ദാകിനി അതൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. തന്റെ കാൽച്ചുവട്ടിൽ അടിമയെപ്പോലെ കിടന്നവൾക്ക് ഇത്ര അഹങ്കാരമോ? തന്റെ മകൾ കാണിച്ച ആ ഒരു പ്രവൃത്തിയെ അച്ഛനും അമ്മയ്ക്കും പോലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാവരുടെയും മനസ്സും ശരീരവും ദുർബലമായി നിൽക്കുമ്പോ അവൾ ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്തി. അച്ഛാ, അമ്മേ, നിങ്ങൾക്ക് ഞാൻ ഒരിക്കലും ഒരു ബാധ്യതയാകില്ല. എന്നാൽ എനിക്ക് ഈ വീട്ടിൽ നിൽക്കാനും കഴിയില്ല. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. അത് ഞാനിവിടെ പറയുന്നുമില്ല. കാരണം എന്റെ ഇതുവരെയുള്ള ജീവിതം അതെന്റെ തെറ്റാണ്. ആ തെറ്റിനെ എനിക്കിപ്പോഴെങ്കിലും തിരുത്തണം. ആ ഒരു വാക്കിൽ എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ച് അവൾ വെറും കൈയോടെ മന്ദാകിനിയുടെ നരക കവാടത്തിന്റെ പടിയിറങ്ങി. ദ സ്റ്റോറി ഓഫ് ദുർഗ ഇനിയാണ് യാഥാർത്ഥ്യത്തിലെ കഥ തുടങ്ങുന്നത്. അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സ്റ്റോറി കേട്ട എല്ലാവർക്കും നന്ദി.